ഹലോ, എന്നാ ഉണ്ടെന്നേ? 2 ദിവസം പനിയൊക്കെ പിടിച്ചങ്ങ് കടന്നു പോയെന്നേ. അതുകൊണ്ട് ആശുപത്രിയിലായിരുന്നു. ആഹാരം ഒന്നും വെക്കാൻ പറ്റിയില്ല. അങ്ങ് തലവേദനയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് കുറച്ച് ചെറുപയറേയും തരാമോ? എന്താ? കുറച്ച് ചെറുപയറേ. അയൽക്കാരില്ലോ, ഇതാണേ. തരാട്ടോ. അങ്ങനെ എന്നാ ചെയ്യുവാന്നെന്നാ പറഞ്ഞേ? അവൻ കപ്പില്ല. ഷിപ്പിൽ കടലില്. അതെ അതെ. അയ്യോ, കടലിന്റെ കാര്യം പറഞ്ഞ കുറച്ച് കടലയും കൂടി എടുത്തേക്കണേ. അതെ, ഞാൻ എടുക്കാൻ പോവായിരുന്നു. വേറെന്തെങ്കിലും കൂടെ വേണോ? ഇച്ചിരി ഗ്രീൻ പീസ് കൂടെ. ശരി, കുറച്ച് കൂടുതൽ എടുക്കാവേ. എടാ സ്നേഹേ, 2 ദിവസം ഞാൻ വരാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ചമ്മല് കൊണ്ടാ. വാങ്ങിച്ച സാധനങ്ങളൊന്നും ഞാൻ ഇതുവരെ തിരിച്ചു തന്നില്ലല്ലോ. ചേട്ടൻ പറഞ്ഞ ശമ്പളം കിട്ടും, 2 ദിവസത്തിനുള്ളിൽ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു തരാമെന്ന്. അത് പറയാൻ വേണ്ടിട്ട് വന്നത്. എന്തായാലും ഞാൻ വന്നതല്ലേ, കുറച്ച് ഉഴുന്നൂടിങ്ങ് എടുത്തേരെ. നാളെ ദോശ ഉണ്ടാക്കാനാ. തരാം. പോവാണെങ്കിൽ ഉഴുന്നിന്റെ അടുത്ത് പച്ചരി ഇരിപ്പുണ്ടായിരിക്കുമല്ലോ. ദോശ പച്ചരി ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. ഇച്ചിരി പച്ചരിയും കൂടി വന്നേരെ. ശരി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇട്ട് വെച്ചേക്കുന്ന ഡപ്പയെല്ലാം കൂടി ഇങ്ങ് എടുത്തു. ഞാനത് ഇഷ്ടം പോലെ എടുത്തിട്ട് ഞാൻ പാത്രം അങ്ങ് തിരിച്ചു തന്നേക്കാം. അയ്യോ, എല്ലാം കൂടെ എന്ന് പറയാനില്ല. ഞങ്ങൾ ഇതെല്ലാം കൂടെ ഒരൊറ്റ ഡിസ്പെൻസറിലായിട്ട് വെച്ചേക്കുന്നത്. അരി ഉഴുന്നും തോവരയും ചെറുപയറും വൻപയറും എല്ലാം കൂടെ ഒരു പാത്രത്തിലോ? അതെന്തൊരു പാത്രമാടാ? കിച്ചണിലെ സ്പേസ് മാക്സിമം ലാഭിച്ച് നമ്മുടെ കിച്ചൺ ഒരു പ്രീമിയം ലുക്ക് കൊണ്ടുവരുന്നതാണ് ഞങ്ങളുടെ ഗ്രീനി വേനി. ഇതിനകത്ത് ഗ്രെയിൻസ് ഓർഗനൈസ് ചെയ്യാം, എഗ്ഗുകൾ അറേഞ്ച് ചെയ്യാം. ഒരൊറ്റ ക്ലിക്കിന് ഗ്രീൻ നമ്മുടെ കയ്യിലിരിക്കും. ഇതാണ് ലിറ്റിൽ ഗ്രീനി ബീയുടെ കുഞ്ഞനിയൻ. ദാ ഈ സ്പേസിൽ സ്പൈസസ് യൂസ് ചെയ്ത് നമുക്ക് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാം. ഇതാണ് 5 kgയുടെയും 10 kgയുടെയും റൈസ് മീറ്റ്. വലിയ ക്വാണ്ടിറ്റിയിലുള്ള ഗ്രെയിൻസ് അതുപോലെ തന്നെ റൈസ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാം. ഇതിനകത്ത് നമുക്ക് എഗ്സും ഓർഗനൈസ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം അറിയുമോ? ഇത് നമ്മുടെ സഞ്ജു ലക്ഷ്മിയുടെ സ്വന്തം ബ്രാൻഡാ. എന്നൊരു കാര്യം ചെയ്യും, ഇവിടെ ഇരിക്കുന്ന ദാവോട്ടിങ് എടുത്തോണ്ട് വാ. ഞാനാണെങ്കിൽ പുതിയ തുറന്നം വാങ്ങിച്ച് എല്ലാം അതിനകത്ത് ഫില്ല് ചെയ്യണം. ഇവിടെ ആവുമ്പോ ഫില്ല് ചെയ്തിരിക്കുമല്ലോ. ശമ്പളം കിട്ടുമ്പോ തരാന്നേ.